ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി കേട്ടോ. നമുക്ക് ഡ്യൂട്ടിയും അതുപോലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലാണ്. നമുക്ക് ഈവനിങ്ങിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് യൂണിഫോം ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കളറാണ് ഇടുന്നത്. നമ്മൾ എന്താ പറയുക, ഔട്ടിങ്ങിന് പോകുന്ന പോലെ നമുക്ക് പോരാ. പിന്നെ അപ്പോൾ നമുക്കിപ്പോൾ ചെറുതായിട്ട് ഡ്യൂട്ടി അവേഴ്സൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. റംസാൻ്റെ മന്തല്ലേ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമുക്ക് 8 to 10 ആയിരുന്നു. ഇപ്പം 9 to 10:30 ആണ് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് അത്രയും പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന വിധം. അപ്പോൾ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അവർ DM ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ മറ്റൊരാളോട് ചോദിച്ചിട്ട് അതിനും റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പേര് ചോദിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്കത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ രാത്രിയിൽ വീഡിയോ എടുക്കണേ. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് എക്സാം ഉണ്ട് എന്നൊരു കാര്യം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ ഒരു എക്സാം ഉണ്ടെന്ന്. അപ്പോൾ ആ എക്സാമിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാൽദീവ്സിലുള്ള എക്സാം എന്ന് പറയുന്നത് മാൽദീവ്സ് കോമ്പിറ്റൻസി എക്സാമാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓപ്ഷൻസൊക്കെ വരും. അത് ഫുള്ള് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ സ്കോർ നമുക്ക് കിട്ടും. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ 60 and above ആണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 4 year നഴ്സിംഗ് അല്ലെങ്കിൽ GNM പഠിച്ച ഒരാളാണെങ്കിൽ പോസ്റ്റ് BSc എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അത്രയും വർഷം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ റിഗെയിൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു എക്സാമിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഫുൾ പഠിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് അങ്ങനെ സാധിക്കണമെന്നില്ലല്ലോ. കാര്യം 4 year നേഴ്സിംഗ് പഠിച്ചവർക്കറിയാം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ വർഷം തള്ളി നീക്കിയെന്നല്ലേ. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇവർ കുറച്ച് എന്താ പറയുക, കുറച്ച് PDF തലമുറകളായി ഇങ്ങനെ കൈമാറി വരുന്ന കുറച്ച് PDF അതിൻ്റെ അകത്ത് ടോട്ടൽ എങ്ങാണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു thousands of ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ റോങ് ആൻസേഴ്സും ഉണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ. അപ്പോൾ അത് നമുക്ക് പഠിക്കുക. അതിൻ്റെ അകത്താണ് മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലതൊക്കെ ഔട്ട് ഓഫ് PDF വരാറുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാര്യം ഒത്തിരി പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത എക്സാം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ എന്താ പറയുക, നേരത്തെ ഇങ്ങനെ ഒരു ഇത്രയും ടഫായിരുന്നില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഒക്കെ ആയിട്ട് ഭയങ്കര ടഫാണ്. നമുക്ക് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാര്യം ഓൾമോസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു 59, 58 ആ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ PDF ഉള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, നമുക്ക് റിവൈസ് ചെയ്ത് എടുത്താൽ മതി എന്നൊക്കെ കരുതും. അതൊന്നുമല്ല, പക്ഷെ ഭയങ്കര ടഫാണ് ഇപ്പോൾ കിട്ടണമെങ്കിൽ. അപ്പം എന്നാലും ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും നന്നായിട്ട് പഠിച്ചാൽ എന്താ കുഴപ്പമെന്നല്ലേ. തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മൾ നഴ്സിംഗിന് ഇങ്ങോട്ടേക്ക് ജോബിനായിട്ട് വരുമ്പോൾ നമുക്കൊരു കോൺട്രാക്ട് ബേസ് ആയിരിക്കും നമുക്കൊരു ഓഫർ ലെറ്റർ വരുമ്പം തരാം. അതിൻ്റെ അകത്ത് 2 year ആയിരിക്കും. പക്ഷെ നമുക്ക് 1 yearly ഇവിടെ റിന്യൂ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ കോൺട്രാക്റ്റ് പോവുക. പക്ഷെ ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ,
നമുക്ക് നമ്മളിവിടെ മാലദ്വീപ്സിൽ വന്നിറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് 6 മന്ത് ആയിരിക്കും ആ രജിസ്ട്രേഷൻ ഉണ്ടാവുക. അത് മേ ബി ചിലപ്പോൾ ഒരു 6 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹാഫ് മന്ത്, അതായത് ലാസ്റ്റത്തെ 6 മന്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മെയ് 16-ന് 6 മന്ത് എൻ്റെ കംപ്ലീറ്റ് ആവണം. അങ്ങനെ ഹാഫൊക്കെ വരാം. അല്ലാതെ ഒരു മാസം ഫസ്റ്റ് തൊട്ട് 30, അടുത്ത മാസം ഫസ്റ്റ് തൊട്ട് 30 അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വന്നിറങ്ങുന്നത് തൊട്ടുള്ള ഡേയ്സ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് തൊട്ട് അവർ നമുക്ക് 6 മന്ത് തരും. ആ 6 മന്തിനുള്ളിലാണ് നമ്മൾ ഈ എക്സാം പാസ്സായി എടുക്കേണ്ടത്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മിനിസ്ട്രിക്ക് കൊടുക്കും. സോ നമുക്കത് വരാൻ ലേറ്റ് ആകും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മന്തോളം നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടില്ല. എനിക്കങ്ങനെയായിരുന്നു. എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊരു 2 മന്ത് ആവാറായിട്ടാണ് എൻ്റെ പാസ്പോർട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെയുള്ള എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് 4 times ആണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 4 ടൈം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം തന്നെ എടുക്കണം എന്നാണ്. അപ്പം നമ്മൾ ചിലവർ ഒരു തവണ എക്സാം എഴുതിയേച്ച് പിന്നെ എഴുതാതിരിക്കും, പിന്നെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും എഴുതുക. അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കുള്ള ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് ആയിരുന്നു അല്ലേ. അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 6 മന്തിനുള്ളിൽ വൺസ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, നമുക്ക് ഈ എക്സാം നമുക്ക് പാസ്സാകാൻ പറ്റിയില്ല എങ്കിൽ, നമ്മുടെ ഈ ടെമ്പററി രജിസ്ട്രേഷൻ എന്ന് തീരുന്നോ അന്ന് വരെ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിൽക്കണമെങ്കിൽ നിൽക്കാം, കാരണം നമുക്ക് വിസ ഉള്ളതുകൊണ്ട് കേട്ടോ. വിസ നമുക്ക് 1 year ആയിരിക്കും അടിക്കുക. അപ്പോൾ പക്ഷെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നമുക്ക് അറ്റ്ലീസ്റ്റ് 1 year നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു സപ്പോർട്ട് അവർ തരില്ല നമുക്ക്. ആ 6 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് നമുക്ക് ഏക വഴിയുള്ളൂ. അതൊരു വലിയ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫോറിനേഴ്സ്, നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ ഔട്ട് ഓഫ് കേരളയിൽ നിന്നും ഒക്കെ ഒത്തിരി പേര് എന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തേക്കണം തന്നെ ബാംഗ്ലൂരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഒക്കെ വന്ന് ഇഷ്ടംപോലെ അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വന്നേച്ച് മൺസ് ഈ എക്സാം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ പോകണം. നമ്മളപ്പം അത്രത്തോളം ഏജൻസിക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ വരിക. ഞാൻ എൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 3 lakh നമുക്ക് പേയ്മെൻറ്റ് വരുന്നതാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിക്കും 6 മന്ത് ഉണ്ടല്ലോ, അതിൻ്റെ സാലറി കൊണ്ട് നമുക്ക് എടുക്കത്തില്ലേ എന്ന് വിചാരിക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവുണ്ട്. കാര്യം നമുക്ക് ഓൾറെഡി ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് ഐലൻഡിലോട്ടാണ് കേട്ടോ, മാല സിറ്റിയിലെ കാര്യമല്ല, ഐലൻഡിലോട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പം മാല സിറ്റിയോട് അടുത്തുള്ള ഐലൻഡുകളാണെങ്കിൽ നമുക്കത്ര എക്സ്പെൻസ് വരില്ല. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 4.5 മണിക്കൂർ 4.5 മണിക്കൂറോളം എനിക്ക് എൻ്റെ ഐലൻഡിൽ നിന്ന് മാലയിലോട്ട് ബോട്ട് ട്രാൻസ്പോർട്ടേഷൻ വഴി പോകണം. അപ്പം ഇപ്പം ഞാൻ പോകുന്ന കൂട്ടിൽ എനിക്ക് തന്നെ പോകാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞിനെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. സോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ, കുട്ടിക്ക് ഇപ്പോൾ എടുക്കുന്നില്ല, അപ്പം ഞങ്ങൾക്ക് 2 പേർക്കൂടെയുള്ള എക്സ്പെൻസ് വരുമ്പോൾ ഒരുപാടാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരാളാണെങ്കിലും എക്സ്പെൻസ് കൂടുതലാണ്. കാര്യം ഒത്തിരി ദൂരത്തുള്ള ഐലൻഡാണെങ്കിൽ, അടുത്തുള്ള ഐലൻഡാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ അങ്ങനെ. അപ്പം അതും ഒരു നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ 6 മന്ത് എന്ന് പറയുന്ന സാലറി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അതൊക്കെ തീരും. അത് ഓൾറെഡി ഇവിടെ താമസിക്കുന്നതിന് നമുക്ക് ഒരുപാട് കാശും ആവശ്യമുണ്ട്. നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ 17,000 സംതിങ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ബോട്ടിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ എന്നെ ബേസ് ചെയ്തിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇട്ട. കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര്, ഒത്തിരി പിള്ളേരുണ്ട്, ഒരുപാട് പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ആ ചേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് കരുതരുത്. അതിനാണ് ഞാനിത് സ്പെഷ്യലൈസ് ചെയ്ത് എക്സാം തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പറയണേ. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരിപ്പം വന്നിട്ട് ഒരു 4th അറ്റംപ്റ്റും
എഴുതി കഴിഞ്ഞു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. പിന്നെ അവർ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര ഫീലാവുന്നൊരു കാര്യം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നേച്ച് അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ ഇതിപ്പോൾ കേൾക്കുന്ന ചില പേരൻസും ഉണ്ടായിരിക്കാം, അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തുകൊണ്ടാണ് പഠിച്ചാൽ കിട്ടത്തില്ലേ എന്ന് ചിന്തിക്കും. ശരിയാണ്, പഠിച്ചാൽ കിട്ടും. നമ്മുടെ സെയിം OET IELTS എങ്ങനെയായിരുന്നു ഈ എക്സാം, അതിന് നമ്മൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടല്ലേ പോവുക. പക്ഷെ അത് ലെക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ സെയിം തന്നെയാണ് ഈ മാൽദീവ്സ് കോമ്പറ്റൻസി എക്സാമിൽ, ലെക്കുണ്ടോ കിട്ടിയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ച് തല പുകച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെയും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ എക്സാമിനെ പറ്റി അറിയാത്തതായ സ്റ്റുഡൻസ് ഉണ്ട്. ചില ഏജൻസികളൊന്നും എക്സാമിനെ പറ്റി ഇൻഫർമേഷനേ തരാറില്ല. അപ്പം 1-2 കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു, ഇന്നും ചോദിച്ചിരുന്നു ഒരു കുട്ടി എക്സാമിനെ പറ്റി, ചേച്ചി എന്തിനുള്ള എക്സാമാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി വലിയ ധാരണയില്ലെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സാമിൻ്റെ കാര്യവും അതിൻ്റെ ഒരു പാസ് മാർക്കും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, എക്സാമിന് പോകണമെങ്കിൽ ഉള്ളൊരു എക്സ്പെൻസ്, അതുപോലെ എക്സാം നമ്മൾ തന്നെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ മെയിൽ അയക്കണം, അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിന് 2000 റുഫിയാണ് നമ്മൾ 1 ടൈം അറ്റൻഡ് ചെയ്യുന്നതിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഏകദേശം 10,000 രൂപയാണ് നമ്മൾ ഒരു തവണ എക്സാം എഴുതുന്നതിന് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഒരു തവണ കിട്ടിയില്ല, നമ്മൾ ഓരോ തവണ പോകുമ്പോൾ ഈ 2000 വെച്ചിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം അതെല്ലാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആകെപ്പാടെ ഒരു കുറച്ച് പൈസയെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിൻ്റെ അന്ന് ഇതെല്ലാം പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം മാൽദീവ്സിലോട്ട് അപ്രോച്ച് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടേക്ക് വരുന്നത്, അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ കരുതി ഇങ്ങോട്ടേക്ക് വരുന്നത് കൊള്ളില്ല എന്നാണോ ചേച്ചി ഉദ്ദേശിച്ചതെന്ന്. ഒരിക്കലുമല്ല. ചിലയിടത്തൊക്കെ നല്ലതായിട്ടുണ്ട്, ചിലയിടത്ത് മോശമായിട്ടുണ്ട്. അതിപ്പം എന്താ പറയുക, എന്നെ ബേസ് ചെയ്തിട്ടാണല്ലോ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ എക്സാം, അതുപോലെ ട്രാവലിങ്, പിന്നെ നമുക്ക് എന്താ പറയുന്നത്, സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അങ്ങനെയൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ കൺട്രി, മാൽദീവ്സ് എന്ന് പറയുന്ന കൺട്രി, മറ്റുള്ള കൺട്രികളുടെ ഹെൽപ്പോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം ചുറ്റും മൊത്തം വെള്ളമാണല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം സ്ട്രഗിൾ ചെയ്ത് എക്സാമൊക്കെ കിട്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് പതിയെ എന്താ നമുക്ക് ലൈഫിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എനിവേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്നവരോട് സ്പെഷ്യലൈസ് ചെയ്ത് പറയുകയാണ്, എൻ്റെ വീഡിയോ മാത്രം കണ്ടാൽ പോരാ. ഒരുപാട് വീഡിയോസൊക്കെ മാൽദീവ്സിൻ്റെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. പക്ഷെ എല്ലാവരും തന്നെ നല്ല കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഞാൻ പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് പറയുമ്പോൾ എല്ലാം എന്താ പറയുന്നത്, നല്ലത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം, പോസിറ്റീവ് പറയുന്ന കൂടെ അല്ലേ. അല്ലാതെ പോസിറ്റീവ് മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ ചതിക്കാനോ അല്ലെങ്കിൽ എന്താ ഞാൻ അന്ന് പറഞ്ഞില്ല, ആ ചേച്ചി അന്നിങ്ങനെ പറഞ്ഞില്ലായിരുന്നു, ആ ചേച്ചി വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞ് ആരും പിന്നീട് വിഷമിക്കരുത്. അതുകൊണ്ടാണ് പോസിറ്റീവിൻ്റെ കൂടെ ഞാൻ ഈ നെഗറ്റീവും കൂടെ പറഞ്ഞത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. എൻ്റെ മൈൻഡിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി എക്സാമിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.